നാടിനെ ഞെട്ടിച്ച് ആലപ്പുഴ കരൂരിലെ അരിങ്കൊല. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ ആണ് പ്രതി ജയചന്ദ്രൻ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തൊട്ടടുത്ത പറമ്പിൽ കുഴിച്ചുമൂടിയത്. പ്രതിയുമായി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തു. ഈ മാസം 6-നാണ് കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. തുടർന്ന് സഹോദരി 13-ാം തീയതി പോലീസിൽ പരാതി നൽകി. 11-ാം തീയതി കൊണ്ടുവന്ന് അവിടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഇതുപോലെ ചേട്ടത്തിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് അതനുസരിച്ച് അവർ അന്വേഷണത്തിന് പോയി. രാവിലെ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തോ സംഭവിച്ചെന്ന്. അപ്പോഴപ്പോഴുള്ള ഒരാൾ വിളിച്ചു വരുത്തിയതാണ് അയാളേതാണ്ട് ചെയ്തവള്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച കരുനാഗപ്പള്ളി പോലീസ് വിജയലക്ഷ്മിയുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നവംബർ 6-ന് രാത്രിയോടെ ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മി അവിടെ തങ്ങി. ഇതിനിടയിൽ പുലർച്ചെ വിജയലക്ഷ്മിക്കെത്തിയ ഫോൺ കോൾ ജയചന്ദ്രനെ പ്രകോപിപ്പിച്ചു. ഇരുവരും തമ്മിൽ വാക്കുതർക്കം. വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ ചേർത്തിടിച്ചെന്നാണ് ജയചന്ദ്രന്റെ മൊഴി. മരണമുറപ്പിക്കാൻ തുണികൊണ്ട് ശ്വാസം മുട്ടിച്ചു. പിന്നാലെ വെട്ടുകത്തികൊണ്ട് അബോധാവസ്ഥയിലായ വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി. മരണം സ്ഥിരീകരിച്ച പ്രതി വീടിന്റെ പിൻഭാഗത്ത് വീട് നിർമ്മാണത്തിനായി ജോലി നടക്കുന്ന വസ്തുവിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പ്രതി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. വിജയലക്ഷ്മിയുടെ വസ്ത്രങ്ങൾ സമീപത്തെ മറ്റൊരു വീട്ടിലിട്ട് കത്തിക്കുകയും ചെയ്തു. അന്വേഷണമുണ്ടായാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വിജയലക്ഷ്മിയുടെ ഫോണുമായി എറണാകുളത്തെത്തി കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ബസ് പുറപ്പെടും മുൻപ് ഫോൺ ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ എറണാകുളം സെൻട്രൽ പോലീസിൽ ഫോൺ ഏൽപ്പിക്കുകയായിരുന്നു. ഫോണിലെ വിവരങ്ങളും ജയേന്ദ്രന്റെ മൊഴിയിലെ വൈരുദ്ധ്യവും മനസ്സിലാക്കിയ പോലീസ് ഞായറാഴ്ച ശക്തികുളങ്ങരയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തിയത്. ഒരു മാൻ മിസ്സിംഗ് കേസിൽ കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണമാണ് കേരളത്തെ നടുക്കിയ മറ്റൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഇത് കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ കൂടി ഉദാഹരണമായി മാറുകയാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ അങ്ങനെ 24-ലൂടെയാണ് പുറത്തുവന്നത്.